ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അങ്ങനെ കുറച്ചധികം നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് മുതൽ ഒന്നേന്ന് തുടങ്ങണ എല്ലാ കാര്യങ്ങളും കുറച്ച് നാളായിട്ട് പനി അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് ഇരിക്കുന്നതുകൊണ്ട് വീഡിയോസും അതേ പ്രോപ്പറായിട്ട് അങ്ങനെ ഇടാൻ പറ്റാറില്ല കേട്ടോ. ഇപ്പം എന്താ അവസ്ഥ അല്ലേ? നല്ല മഴയല്ലേ? ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്ന് പക്ഷേ കാലത്ത് തന്നെ അധികം വലിയ കുഴപ്പമില്ല, വെയിലുദിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ സൂര്യായിട്ട് ഇത്തിരി ഇങ്ങനെ പൊന്തിയൊക്കെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. വെയിലുദിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ് കേട്ടോ. കാരണം ഇഷ്ടം പോലെ തുണികളാണ് കിടക്കുന്നത്. തുണി കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ. കുറച്ച് നാളായിട്ട് അടുക്കളയുടെ പരിസരത്തെ വരാത്തോണ്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മൊത്തത്തിലൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. എന്താണെന്നറിയില്ല, അകപ്പാട് ഒരു കൺഫ്യൂഷൻ കേട്ടോ. ഇനി ഞാൻ ഒന്നേന്ന് എല്ലാം കൂടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. പിന്നെ പതിവ് പോലെ വന്ന് ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട് കേട്ടോ. ഇപ്പം മഴ കാരണം അങ്ങനെ തുറക്കൽ കുറവാണ്. ഇന്ന് ഇത്തിരി കുറവുണ്ടല്ലോ മഴ, അതുകൊണ്ട് അതൊക്കെ തുറന്നിടുന്നുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാല് വെക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചാൽ കുറച്ചൊക്കെ ഉഷാറായിക്കോളും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും വയ്യ കേട്ടോ. ഒന്നിനും ഒരു മൂടില്ലാത്തൊരവസ്ഥയാണ്. എന്താ പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ആകപ്പാടെ ഒരു സങ്കടവും അങ്ങനത്തെ ഒരു വല്ലാത്ത ജാതി അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വല്ല ഡിപ്രഷനാണോ എന്നാണ് എൻ്റെ സംശയം. വെറുതെ പറഞ്ഞതാണ് കേട്ടോ. അപ്പം എന്തായാലും എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ തന്നെ സോൾവ് ചെയ്ത് പോകണമല്ലോ. അങ്ങനെ നമുക്ക് ശരിയാക്കി എടുക്കാം. അങ്ങനെ ചായയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്താളുടെ ഒരു സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ പൂച്ചക്കുട്ടനാണ്. കുറേ നാളായി ആ ശാത്തീനെ കണ്ടിട്ട്. എവിടെയായിരുന്നാവോ, ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്നേഹമുള്ളൊരു പൂച്ചപ്പെണ്ണാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് തെറ്റി അകത്ത് കയറി കഴിഞ്ഞാൽ സകലമാന സാധനങ്ങളും തട്ടിയിട്ടോ. അതുകൊണ്ട് ഒരു ഡിസ്റ്റൻസിലാണ് ഞാൻ കീപ്പ് ചെയ്യുന്നത്. ആളുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വല്ലതും മനസ്സിലായിട്ടാണാവോ. എന്തായാലും സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ ഉള്ളത് ഭാഗ്യമാണല്ലോ. പൂച്ചയെങ്കിൽ പൂച്ച അതന്നെ. അങ്ങനെ ചായയൊക്കെ ഒരു സെറ്റാക്കി വെച്ച് പൂച്ചേനോട് വർത്താനം പറഞ്ഞു നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ചട്നി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. കിച്ചണിൽ സ്വതവേ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഭയങ്കര സ്ലോ ആണ് കേട്ടോ. ഞാൻ പതുക്കെ ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്താലേ ശരിയാവാറുള്ളൂ കേട്ടോ. സ്പീഡിൽ എന്തെങ്കിലും ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പണി കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ പതുക്കെ ചെയ്യാറുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല, ഒന്നും കൂടി സ്പീഡ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. രാവിലെ അമ്മയ്ക്ക് ജോലിക്ക് പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം. അമ്മ ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകാറില്ല കേട്ടോ. തടി കൂടുന്നു എന്ന് പറഞ്ഞിട്ട് ആൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കൊണ്ടുപോകൽ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി സമാധാനമുണ്ട്. ചോറൊക്കെ നമുക്ക് പതുക്കെ വെച്ചാൽ മതി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം വേഗം ചെയ്യണം കേട്ടോ. ചട്നി ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ വെള്ളയപ്പത്തിലോട്ട് അങ്ങോട്ട് കിടക്കാം. വെള്ളയപ്പം നല്ല രീതിയിൽ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മഴയും തണവൊക്കെ ആയതുകൊണ്ട് പൊന്തി വരുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളയപ്പം ചുട്ടു തുടങ്ങാം. സത്യം പറഞ്ഞാൽ രാവിലെ ഇഡ്ഡലി, ദോശ, വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറേ പണി ഒഴിഞ്ഞ പോലെ തോന്നും കേട്ടോ. കാരണം നമുക്ക് വേറെ കൺഫ്യൂഷൻ്റെ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് വന്ന് റെഡിയാക്കാം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് മീൽ പ്രിപ്പ് ചെയ്ത് വെക്കാറില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് എഴുതി വെക്കും, അല്ലാണ്ടല്ല. അതുപോലെ വെളുത്തുള്ളി ഒലിച്ച് വയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം അതും ചെയ്യാറില്ല കേട്ടോ. ഇപ്പം മൊത്തത്തിൽ മടിയെന്ന് പറഞ്ഞ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ നല്ല രീതിയിൽ പണിയുണ്ട് കേട്ടോ. പിന്നെ കൺഫ്യൂഷൻ്റെ കാര്യം വേറെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി നമുക്ക് പതുക്കെ അടുത്ത കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അങ്ങനെ വെള്ളയപ്പൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം അച്ഛനും അമ്മയ്ക്കുള്ളത് മാത്രമേ ചുടണുള്ളൂ. എനിക്ക് ഉള്ളത് പതുക്കെ ചുടാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിക്കാറാകുമ്പോഴേക്കും ചുട്ടെടുത്താൽ മതിയല്ലോ. പിന്നെ ഉണ്ണിയും കൂടി വീട്ടിലുള്ളതുകൊണ്ട് അവൾക്കും കൂടി ഉള്ളത് ഉണ്ടാക്കണം. അപ്പോൾ അവൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ സമയമാവും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം നോക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അവർക്ക് 2 പേർക്കുള്ളത് ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ ചായയൊക്കെ റെഡി ആയിട്ടുള്ളതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ ഉള്ള ചായയൊക്കെ മാറ്റി വെച്ച് എനിക്കുള്ള ചായയും കൂടി എടുത്ത് അത് കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വലിയ പണിയില്ല. രാവിലത്തെ എൻ്റെ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പതുക്കെ കിച്ചണിൽ കയറിയാൽ മതി. പിന്നെ നമുക്ക് മുട്ട പുഴുങ്ങാൻ ഇടാനുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ മുട്ടക്കറി ആയിരുന്നു ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സമയപരിമിതി മൂലം ഒഴിവാക്കിയതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ മുട്ട പുഴുങ്ങി എടുക്കാമെന്ന്. അങ്ങനെ മുട്ട പുഴുങ്ങാനും വെച്ച് ചായ എടുത്ത് കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. കുറേ പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. മഴക്കായിട്ടും ഒന്നും പോയിട്ടില്ല. എല്ലാം നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം നടന്നപ്പോൾ തന്നെ എൻ്റെ മൈൻഡൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണികൾ നടക്കാം. മഴക്കാലം ആയതുകൊണ്ട് തന്നെ പച്ചവെള്ളം കുടിക്കൽ ഭയങ്കര കുറവാണ് കേട്ടോ. കാരണം വയ്യായകൾ പെട്ടെന്ന് വരുമല്ലോ. അതുകൊണ്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാ ദിവസവും വെള്ളം തിളപ്പിക്കണം കേട്ടോ. പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നുണ്ട്. സാധാരണ ഞാൻ ഈ തിളപ്പിച്ച വെള്ളം അങ്ങനെ കുടിക്കലില്ല. എനിക്ക് പച്ചവെള്ളമാണ് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ഒട്ടും കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ആശ്രയിച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ നേരെ പോയി അരി കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. തീയാണെങ്കിൽ കത്തില്ല എന്ന് പറഞ്ഞിരിക്കുക. കാരണം അകത്ത് വെച്ചിട്ടും ചെറിയ രീതിയിൽ ഈർപ്പുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ വിറകുകൾക്ക്. അങ്ങനെ ഒരു വിധമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
അരി പെട്ടെന്ന് വേവുന്നതായതുകൊണ്ട് ഗ്യാസുമ്മലാണ് കേട്ടോ വെച്ചത്. ചോറ് സെറ്റായതിനു ശേഷം പരിപ്പും കൂടി കുത്തിക്കാച്ചി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാരണം നല്ല വെയിലുദിക്കുന്നുണ്ട് കേട്ടോ. വെയിലുദിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. കാരണം തുണി മൊത്തത്തിൽ ഉണക്കിയെടുക്കണം. ടെറസിൻ്റെ മുകളിൽ ഇടുന്നതുകൊണ്ട് തന്നെ നമ്മളവിടെ ഒരാൾ നിൽക്കണം കേട്ടോ. ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് മഴ വന്നാൽ നമുക്ക് എടുത്തിട്ട് ഓടാൻ എളുപ്പമല്ല. അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിന്ന് എൻ്റെ ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.